ഹായ് സിനി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജേസൺ സർ. അല്ല, ഇതെന്താ ട്രഡീഷണൽ ലുക്കിലൊക്കെ? അത് പിന്നെ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ന്യൂ ഇയർ പാർട്ടി ഉണ്ട്. എല്ലാവരും ട്രഡീഷണൽ കോസ്റ്റ്യൂമിലാവണമെന്ന് സാറിന് നല്ല നിർബന്ധം. അതാ എല്ലാരും ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങി പോണേ. എന്തായാലും സാറിനെ ഈ ലുക്കിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സിനി. അല്ല, നീ ഇന്ന് ഫ്രീ അല്ലേ? യെസ് സർ, ഞാൻ എപ്പോഴും ഫ്രീ. മാഡം സാറും ഓഫീസിലോട്ട് പോകുമ്പോൾ ബേബിനെ ഞാൻ നോക്കിക്കോളാം. ഓ താങ്ക് യു സിനി. ഞാൻ നിന്നെ വിളിക്കാന്ന് വിചാരിച്ച് നിൽക്കുവായിരുന്നു. നീ തന്നെ വന്നത് നന്നായി. അല്ല, ഇന്നും പാർക്കിലേക്ക് തന്നെയല്ലേ? യെസ് സർ, ഞാൻ പോയ പാടെ ഇന്നത്തെ പോലെ തന്നെ സാറിന് ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ സിനി, എവിടെ പോവാണെങ്കിലും സേഫ് ആയിട്ട് പോട്ടോ. യെസ് സർ. എന്നാ സാർ ഒരു 2 മിനിറ്റ് മോളെ നോക്കുവോ? ഞാൻ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ സിനി. ഒരു 5 മിനിറ്റ് സർ, അപ്പത്തേക്ക് വരാട്ടോ. തിരക്കൊന്നുമില്ല, നീ സാവധാനം വന്നാ മതി. അവിടെ എന്റെ വൈഫ് റെഡി ആവണേ ഉള്ളൂ. അവള് റെഡി ആവണ വരെ നിനക്ക് ടൈം ഉണ്ട്. എന്നിട്ടൊക്കെ പോകുന്നേ ഉള്ളൂ. ഓക്കെ സർ. നിഷക്കുട്ടി, ഇങ്ങോട്ട് നോക്കിയേ. പാപ്പന്റെ പൊന്നെ, ഇങ്ങോട്ട് നോക്ക്. എന്താടി പൊന്നെ, പാപ്പ എടുക്കണോ? പരാതി പറയാണോടി പൊന്നെ? അല്ല, നിന്റെ അമ്മ ഇത് റെഡിയാവാൻ പോയിട്ട് എത്ര നേരമായി? എന്ത് ചെയ്യവള്? നമുക്കൊന്ന് പോയി നോക്കാം. എന്നാലേ നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയതാ. എത്ര നേരമായിന്നാ. പോയിട്ടേ അമ്മയ്ക്ക് 2 അമ്മ കൊടുക്കാം. ആ ദേ, നിന്റെ ചേച്ചി എന്നെ എത്തിയല്ലോ. ഇനി നിന്റെ അമ്മനെ കാണില്ലല്ലോ. പിന്നെ ഡ്രൈവർ വിളിച്ചായിരുന്നു, വന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. എന്നാ ഞാനും നിഷക്കുട്ടിയും പോട്ടെ. എന്നാ ഓക്കെ സിനി, നീയും മോളും പോയിക്കോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആവുമ്പം ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിന്നോട് പറയുവാ, 12 മണിയൊക്കെ ആവുമ്പം നിങ്ങളൊന്ന് ഓഫീസിലോട്ട് വരേണ്ടി വരും കേട്ടോ. എല്ലാവർക്കും ബേബിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുമാത്രല്ല, പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്കാ. അത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയും ബേബി പോയിക്കോ. അതുവരെ നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തോ. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സിനി? എന്തായാലും മറക്കാതെ പാർട്ടിക്ക് വന്നേ കേട്ടോ. പപ്പന്റെ സുന്ദരി, ബൈ ബൈ. 12 മണിക്ക് കാണാട്ടോ. നല്ല കുട്ടിയായിട്ട് ചേച്ചിന്റെ കൂടെ കളിച്ചിരിക്കണേ. എന്നാ സിനി. പിന്നെ പോകുമ്പോ താഴത്ത് ബേബിന്റെ ബാഗ് മറക്കണ്ട കേട്ടോ. അതില് എല്ലാ തിങ്സും ഉണ്ട്. അത് ശരി, ഞാൻ പറയാൻ വന്നപ്പോ നീ നല്ല ഉറക്കത്തിലായിരുന്നു. അത് എന്റെ കുറ്റാണോ? അതുമാത്രല്ല പറഞ്ഞേ, ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നു പറഞ്ഞായിരുന്നു. അതെന്താ, ഞാനിവിടെ നിന്നാ എന്നാരെങ്കിലും പിടിച്ച് തിന്നോ? അതന്നെ ചോദിച്ചേ, എന്താന്ന്? നീ ഇത്രയ്ക്കും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെ കാര്യം. ആണോ? എന്റെ നെല്ലിന് വേണ്ടിട്ടോ? അല്ല, നീ എപ്പോഴാ എന്റെ നെല്ലിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയേ? അല്ല, അറിയാത്തോണ്ട് ചോദിച്ചതാ. നീയല്ലേ മണ്ഡപത്തെന്ന് പറഞ്ഞേ. നിനക്കെന്നോട് ഒരു തുള്ളി പോലും ഇഷ്ടം തോന്നിയിട്ടില്ല. നീ എന്നെ സ്നേഹിച്ചത് വെറും എന്റെ റിച്ച് ആയിട്ടുള്ള ലൈഫിന് വേണ്ടി മാത്രാണ്. ഓ, ഇനിയിപ്പൊ ചിലപ്പം ആ റിച്ച് ആയിട്ടുള്ള ലൈഫിൽ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയാല് നിനക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു ക്ലാസ് ഇട്ടല്ലേ? എന്നെ പറ്റി ഇങ്ങനെ ബുദ്ധിമുട്ട് ആലോചിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ എന്റെ കാര്യം ഇനി നീ നോക്കണ്ട. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാവേ. ഇനി നീ എന്ത്
പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പോണില്ല. ഞാൻ എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യും, ഉറപ്പാ. മക്കളെ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? വാ മക്കളെ. വല്യമ്മേ, എന്താ മോളെ, എന്തിനാ വിഷമിക്കുന്നേ? അല്ല വല്യമ്മേ, ഇപ്പൊ ഇതൊക്കെ ആവശ്യമാണോ? എന്തിനാ വിരുന്നെന്നൊക്കെ പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടുന്നേ? ഒന്നാമത് വല്യമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുവല്ലേ, അതൊക്കെ പിന്നെ മതിയെന്നേ. ഓ, ഇതില് എന്താ ബുദ്ധിമുട്ട്? എന്റെ മോള് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുവോ? അപ്പൊ പിന്നെ വിരുന്ന് വെക്കാണ്ട് അതൊന്നും വല്യമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടല്ല. ഇങ്ങൊന്ന് വന്നേ. ജിമിൻ, വീട് കുറച്ച് ചെറുതാട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അയ്യോ, അതിനെന്താടാ, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അകത്തോട്ട് വാ മോനെ. ഓക്കെ ആന്റി. എന്താടി ഇങ്ങനെ മടിച്ചു നിൽക്കുന്നേ? മോനെ കൊണ്ട് അകത്തോട്ട് ചെല്ലേ. അല്ല വല്യമ്മ, വിരുന്നൊക്കെ എന്തിനാ? കുറെ ആയാലും നിങ്ങൾ കണ്ടിട്ട്. അതാ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് മാത്രം വന്നതാ. ദേ വല്യമ്മ പറഞ്ഞു, ഈ പാട്ട് കേട്ടുവേ. മര്യാദയ്ക്ക് മോനെ കൊണ്ട് അകത്ത് ചെല്ലാൻ നോക്ക്. ചെല്ലങ്ങോട്ടെ. അതെന്നടി, ഒന്ന് കേറിപ്പോ. വീടൊക്കെ ഒന്ന് ജിമ്മിന് ചുറ്റി കാണിച്ചു കൊടുക്ക്. നമ്മളെ വീട് ഇതിലായിട്ട് അവന് കണ്ടിട്ടില്ലല്ലോ. പീറ്റർ, എന്താമേ? ഇനി മോനെ അവനൊന്നും വിളിക്കില്ലേ? അതെന്താമേ? അവന് ഞങ്ങൾ കോളേജിലാണ് പഠിക്കുന്നേ. അത് അമ്മയ്ക്ക് അറിയാലോ. അത് കരുതി അവൻ അങ്ങനെ വിളിക്കലാണോ? ഒന്നാമത് അവൻ നിന്നെക്കാളും മൂത്തതാ. പിന്നെ പോരാത്തതിന് ഇപ്പൊ അവന് നിന്റെ പെങ്ങളെ ഭർത്താവും. അപ്പൊ പിന്നെ ആ ഒരു മര്യാദ കൊടുക്ക്. അപ്പൊ പിന്നെ ഞാൻ എന്ത് വിളിക്കണം? ആളിയാന്ന് വിളിക്കേ. അയ്യേ, ആളിയാന്നൊക്കെയോ? അതൊക്കെ കുറച്ച് ക്രിഞ്ചല്ലേ അമ്മേ? പിന്നെ ഇങ്ങനെ മര്യാദ ഇല്ലാതെ വിളിക്കുകയാണോ? നിന്റെ പപ്പയെങ്ങനെ കേട്ടല്ലേ? അത് മതി. മര്യാദയ്ക്ക് ആളിയാന്ന് വിളിക്കാൻ നോക്കേണ്ടി. കോളേജിൽ പഠിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നിന്റെ ആളിയനാണ്. അപ്പൊ ആ ഒരു ബഹുമാനം നീ കൊടുത്തേ പറ്റൂ. ഓ, ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താ, ഞാൻ ജിമ്മിനെ ആളിയാന്ന് വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇനി ഞാൻ ആ കാര്യം ഏറ്റു. എന്നാ അവരോട് അകത്ത് കയറിയിരിക്കാൻ പറയും. ഞാനേ അടുത്തുള്ള കട വരെ ഒന്ന് പോയിട്ട് വരാം. ശരി അമ്മേ, പെട്ടെന്ന് വന്നേക്കണേ. ആടാ മോനെ, ഇപ്പൊ വന്നേക്കാം. അല്ല പീറ്റർ, ആന്റി എവിടെ പോയതാ? അത് പിന്നെ അളിയ, അമ്മ കടയിലേക്ക് പോയതാ. ഇപ്പൊ വരും. അളിയനോ? എന്താ അളിയ എങ്ങനെ തന്നെ നിക്കുന്നേ? ലൂസി, അളിയനെയും കൊണ്ട് അകത്തോട്ട് ചെല്ലേ. എന്താടി ഇത്ര ചിരിക്കാൻ മാത്രം? അളിയ, അവക്കൊരു പിരി പോയതാ. നിങ്ങളതൊന്നും കാര്യക്കണ്ട. ലൂസിനെയും കൊണ്ട് അകത്തോട്ട് ചെല്ലേ. അമ്മ ഇപ്പൊ വരട്ടോ. അല്ല പീറ്റർ, നിനക്ക് പെട്ടെന്ന് എന്ത് പറ്റി? നീ എന്നെ ജിമ്മിനല്ലേ വിളിക്കാറ്, ഇപ്പൊ എന്താ അളിയാന്നൊക്കെ? അതോ, അത് പിന്നെ ഇത്ര ദിവസം വെറും കോളേജ് മേറ്റ്സ് മാത്രമായിരുന്നു നമ്മള്. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെയല്ലല്ലോ. എന്റെ പെങ്ങളെ ഭർത്താവല്ലേ, സോ അതിന്റേതായ രീതിക്ക് വിളിക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു റെസ്പെക്ട്. അതാ റെസ്പെക്റ്റോട് കൂടി അളിയാന്ന് വിളിക്കുന്നേ. അല്ല, അളിയനയില് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചോ. ഓക്കെ അളിയാ. അല്ല, ഇനി എന്നാ നോക്കി നിൽക്കുന്നേ? അങ്ങോട്ട് കേറളിയാ. ഓക്കെ. ലൂസി, അളിയനെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കട്ടോ. ഞാൻ അപ്പത്തേക്കും നിങ്ങൾ കുടിക്കാൻ ജ്യൂസ് എടുത്തു തരാം. നിന്നോട് പറഞ്ഞത് ചെയ്യടേ. അല്ല പീറ്റർ, ഇന്ന് നിനക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നോ? ഹേയ് അല്ല അളിയാ, ഞങ്ങൾ ചുമ്മാ പ്രാക്ടീസിന് ഇറങ്ങിയതാ. അതാ നിങ്ങൾ വരുന്ന തിരക്കില് യൂണിഫോം മാറാനും മറന്നുപോയി. നിങ്ങൾ ഇവിടെ ഇരിക്കട്ടോ, ഞാൻ പെട്ടെന്ന് പോയി യൂണിഫോം ഒക്കെ മാറി നിങ്ങൾക്ക് ജ്യൂസ് എടുത്തു തരാം. ലൂസി, അതുവരെ അളിയനെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്ക്. ഇപ്പൊ കാണാനേ ഇല്ലല്ലോ, അതാ വിളിച്ചേ. അതൊക്കെ ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നേ. നിന്നെ കാണാൻ കിട്ടാത്തെ. നീ നല്ല ബിസി അല്ലായിരുന്നോ? ചേടാ, ആ ബാഗ് ഞാൻ റാക്കിന്റെ മേലാണല്ലോ വെച്ചേ. എവിടെ പോയി? ഓ, സ്റ്റൂൾ ആണെങ്കിൽ ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി വലിപ്പമുള്ള സ്റ്റൂൾ ആണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായേനെ. ഇതിപ്പോ എവിടെ പോയി? എന്തായാലും നീ നാട്ടിലെത്തിയിട്ട് പറ. എന്തായാലും നമുക്കൊന്ന് കാണണം. ആടി, നാട്ടിൽ വന്നിട്ട് എന്തായാലും കാണാം. അല്ല, ഹസ്ബൻഡിന്റെ മോളെ വിശേഷമൊക്കെ എന്താ? നല്ല വിശേഷം. ഈ റാക്കിലൊന്നും കാണില്ലല്ലോ. ആ ബാഗ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായേനെ സാധനങ്ങളൊക്കെ ഇട്ടുണ്ടാവാനേ. ഇതിപ്പോ എവിടെ പോയിട്ടുണ്ടാവും? ഞാൻ ഇവിടെ അല്ലേ വെച്ചേ. എന്നാ ഓക്കേടി, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ ഫ്രീ ആകുമ്പോ വിളിക്കാട്ടോ. ഓക്കെ രമ്യ. അല്ല, ഇവിടെ എവിടെ പോയതാ? ഹാള് നോക്കിട്ട് അവിടെ കണ്ടില്ലല്ലോ. റൂമിലല്ല, പിന്നെ എവിടെ പോയതാ? എന്തൊരു കഷ്ട, ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഈ സ്റ്റൂളിന്റെ മണ്ടേ കയറി ഇവിടെ നിന്ന് തപ്പുവാ. ലയാ, ലയാ. തെക്കിനെയും തെന്നലായി നിന്നരുകെ വന്നു ഞാൻ. കാതിലൊരു മന്ത്രമായി കാകലികൾ മൂലവേ തത്താല് പെണ്ണേ சேலை நெய்வேன் கண்ணே. நாணத்தால் ஓராடை சூடிக்கொள்வேன் நானே. ஆலோலம் கிளிமுத்தேவா ആതിരരാവിലുറമ്പിലിയായി. സെമ്പൂവേ പൂവേ
എന്താ ലയ അത്? നോക്കി നിക്കണ്ടേ? ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കി സോറി ജയ്സ, പെട്ടെന്ന് നീ വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. അതാ, അപ്പൊ പെട്ടെന്ന് കാല് സ്ലിപ്പായി. അതാ, സോറി ട്ടോ. ചേച്ചേ ഇതിനൊക്കെ എന്തിനാ ലയ സോറി ചോദിക്കുന്നേ? എന്തായാലും നീ വീണത് നന്നായി. എന്ത്? അതായത് എന്റെ കൺമുന്നില് വീണത് നന്നായിന്ന് പറയാ. അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ ഇങ്ങനെ രക്ഷിക്കാൻ പറ്റിയേ. അല്ല, ഞാനൊന്ന് റെഡി ആവാൻ പോയപ്പോഴേക്കും ഇവർ രണ്ടുപേരും എവിടെ പോയി? എവിടെ കാണില്ലല്ലോ. ജയ്സ! അയ്യോ, പ്രിയ! എന്താണ് ജയ്സ ഇതൊക്കെ? ഛെ! എന്തോന്നു ചോദിച്ചാ നീ തന്നെ കണ്ടതല്ലേ? ഇനിയിപ്പൊ ഞാനത് എക്സ്പ്ലെയിനും ചെയ്യണോ? എന്താ പ്രിയ ഒരു കോമൺ സെൻസ് ഇല്ലാതെ ഇതൊക്കെ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാ? എനിക്ക് എന്നെ അങ്ങ് നാളെ വരുവാ. ഇതൊക്കെ too much ജയ്സ. നിനക്കല്ലേ ഇതൊക്കെ ഒരു ഇത്തിരി ഓവറാന്ന് തോന്നുന്നില്ലേ? ചേച്ചേ എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഇന്നത്തെ ദിവസം തന്നെ spoil ആയി. അല്ലല്ലയ്യ, നീ ഇതിനാണോ അവിടുന്ന് എല്ലാ സാധനം കെട്ടിപ്പറക്കി ഇങ്ങോട്ടേക്ക് പോന്നേ? ഇവിടെ വന്നതേ ഓഫീസിന്റെ കാര്യായിട്ടാ. അല്ലാതെ നിങ്ങൾക്ക് പറയുന്നില്ല ഞാന്. അയ്യോ പ്രിയ, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അത് പിന്നെ ഞാൻ ചെയറിൽ കയറിയപ്പോ. ബേബി എന്തോന്നിത്? ഇതൊക്കെ അവളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ കാര്യമാണോ ബേബി? അതൊക്കെ കേൾക്കുമ്പം അവള് നമ്മളെ പറ്റി എന്താ വിചാരിക്കുക? ലീവ് ഇറ്റ് ബേബി. ജയ്സ, എന്താണത്? ഇതൊക്കെ കുറച്ച് ഓവറാട്ടോ. നിങ്ങളെ മാത്രം ആലോചിച്ച് നിൽക്കണ അവളെ ഇങ്ങനെ ഹേട്ട് ചെയ്യണത് ഒട്ടും ശരിയല്ല ജയ്സ. അപ്പോ നിനക്കും കുഞ്ഞിനെ വേണ്ടി മാത്രം ജീവിക്കുന്ന എനിക്ക് 6 മാസം കഴിഞ്ഞ ഡൈവേഴ്സ് തരുന്നു പറഞ്ഞില്ലേ? അത് അപ്പൊ ഇതിലും വലിയ മോശല്ലേ? എന്ത് പറഞ്ഞാലും ഈ ഒരു പോയിന്റ് പിടിച്ച് തൂങ്ങിക്കോളൂ. ഇനി എന്താ രണ്ടുപേരും ഇങ്ങനെ കുടിക്കാണ്ട് നിൽക്കുന്നേ? ദേ, സമയായി. ഓഫീസിന്ന് 2-3 കോളൊക്കെ വന്നേ. ഇനി ഇവിടെ നിന്ന് കിന്നരിക്കണ്ടേ? വേഗം വരാൻ നോക്ക്. അയ്യോ അത് പിന്നെ പകുതിക്ക് ഇങ്ങനെ വിളിച്ചാൽ എങ്ങനെ? നീ ചെല്ലേ, ഞങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ദേ ജയ്സ, എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കില്ലേ? നിന്നോട് വരാനാ പറഞ്ഞേ. വാ. പ്രിയ, നീ ചെല്ലേ, ഞാൻ അവരെ പറഞ്ഞേക്കാം. അതന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്ക് ബേബി. ഇല്ല ഇല്ല, ഇനി വിട്ടാ ശരിയാവത്തില്ല. അത് പിന്നെ ജയ്സ, എനിക്കൊരു ഫയലില് നിന്റെ സിഗ്നേച്ചർ വേണം. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തതാ. നീ ഒന്ന് സിഗ്നേച്ചർ ചെയ്താൽ മാത്രം മതി. നീ ഒന്ന് വേഗം വന്നേ. ഇപ്പൊ തന്നെ വാ. പ്രിയ ഞാൻ വരാം, നീ ചെല്ലേ. പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റാ. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് ദേ ഇപ്പൊ തന്നെ ഒപ്പിട്ട് പറഞ്ഞേക്കാൻ വേണ്ടി സാർ എന്നെ പറഞ്ഞു വിട്ടതാ. നീ ഒന്ന് വേഗം വന്നേ. വരാനേ. ചെല്ല് ജയ്സ. ഓക്കേ, നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാട്ടോ. ഛെ, ഇന്നത്തെ എന്റെ മൂന്നെന്നെ സ്പോയിൽ ചെയ്തു. എന്നാലും ജയ്സൺ എങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇങ്ങനെയൊക്കെ മാറി? എല്ലാം ഈ ഒറ്റ കാരണാ. ഇതൊക്കെ കണ്ട് ഹേറ്റായി ഞാൻ നിന്നെ വെറുത്ത്. എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോന്ന്. നീ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. നീയെ എനിക്കുള്ളതാ. എന്റെ കൈത്തിൽ ഒരാൾ താലി കെട്ടുണ്ടെങ്കിൽ അത് നിന്റെ കൈ കൊണ്ട് മാത്രമായിരിക്കും ജയ്സ. നീ എന്തൊക്കെ പറഞ്ഞ് എന്നെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്താലും എനിക്ക് നിന്നെ മറക്കാൻ അത്ര എളുപ്പമൊന്നും പറ്റത്തില്ല ജയ്സ. ഈ ജന്മത്തെ എനിക്കൊരാളുണ്ടെങ്കിൽ അത് നീയാ, നീ മാത്രാ. എന്താ മക്കളെ നോക്കി നിൽക്കുന്നേ? കഴിച്ചോടെ. വല്യമ്മേ, ഇതൊക്കെ എന്തിനാ വല്യമ്മേ? എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിയേ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതൊന്നും വേണ്ടെന്ന്. എടി പെണ്ണേ, നീ ഇപ്പൊ എന്റെ അടുത്ത് ഒരു വീക്ക് അങ്ങ് മേടിക്കും പറഞ്ഞേക്കാം. മിണ്ടാതെ കഴിക്കാൻ നോക്ക്. മോനെ, നിങ്ങളും കഴിക്കേ. ഓക്കെ ആന്റി. അല്ല നിങ്ങൾ കഴിക്കുന്നില്ലേ? ഓ, അതൊക്കെ ഞങ്ങൾ കഴിച്ചോളാം മക്കളെ. നിങ്ങൾ കഴിക്കാൻ നോക്ക്. എടാ പീറ്ററേ, നീയും വാ. ഇപ്പൊ ഞാൻ വരുന്നില്ല. ഞാനും പെണ്ണ് കെട്ടട്ടെ, എന്നിട്ട് നമുക്ക് ജോഡിയായിട്ടിരുന്ന് കഴിക്കാട്ടോ. ഇപ്പൊ നിങ്ങൾ കഴിക്കാൻ നോക്ക്, ചെല്ലേ. എടാ ദുഷ്ടാ, എങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനാ? നിങ്ങളും കൂടെ വാന്നേ, പ്ലീസ്. അതെന്നടാ, കമ്പനിക്ക് നിങ്ങളും വാന്നേ, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാലോ. അതൊക്കെ രാത്രി ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഇപ്പൊ നിങ്ങൾ കഴിക്കാൻ നോക്ക്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയ സ്പെഷ്യലാ. നിങ്ങൾ വേണം കഴിക്കാൻ. കഴിക്കേ. എടി നോക്കി നിക്കാതെ ആളേന് വാരി കൊടുക്കടേ. പോടാ അവിടുന്ന്. എടി നീ ഇങ്ങനെ നാണിക്കാതെ, ഞാനും അമ്മയല്ലേ ഉള്ളൂ, വേറെ ആരില്ലല്ലോ. നീ മടിക്കാണ്ട് ആളേന് ഒരു പിടി അങ്ങ് വാരി കൊടുക്കുന്നേ. അയ്യേ, അതൊന്നും വേണ്ട. അതൊന്നും ശരിയാകത്തില്ല. ഓ, എന്തിനാടി പെണ്ണെ ഇത്രയ്ക്ക് അങ്ങ് നാണിക്കുന്നേ? എനിക്കൊരു വായി വാരി കൊടുക്കുന്നേ. അയ്യോ വല്യമ്മേ, വല്യമ്മയും കൂടെ അങ്ങ് വാരി കൊടുക്കണ്ടേ പെണ്ണെ? അതന്നെ, ഇതൊക്കെ നമ്മുടെ ഒരു ആചാരല്ലേടി. ഓ, അതിന്റെ ആചാരം. കമോൺ കമോൺ, ജീം, അത് പിന്നെ വല്യമ്മ.
അമ്മേ വരി നമുക്ക് കിച്ചണിൽ കുറച്ച് പണിയൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യാന്നേ